ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഫീഡ്ബാക്ക് ഡിസ്ട്രോയർ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ബെഹറിംഗറിന്റെ ഫീഡ്ബാക്ക് ഡിസ്ട്രോയർ പ്രോ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് കേട്ടോ. ഇതിന്റെ മോഡൽ നമ്പർ ഞാനിവിടെ കാണിക്കാം. ചെയ്യേണ്ട മോഡൽ നമ്പർ മോഡൽ DSP1124P. ഇതാണ് ഇതിന്റെ ഒരു മോഡൽ നമ്പർ കേട്ടോ. പിന്നെ ഇതിന്റെ ഈ ഫീച്ചേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായിട്ട് ഇത് എന്താ പറയുന്നത്, കൺട്രോൾ ചെയ്യുന്ന ചെറിയൊരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്വിച്ച് ആണ്. പിന്നെ അത് കൂടാതെ വരുന്നത് ഫിൽറ്റർ ഉണ്ട്, ഫിൽറ്റർ സെലക്ഷൻ ഉണ്ട്. പിന്നെ പോലെ ഫിൽറ്ററിന്റെ മോഡ് സെലക്ഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇഞ്ചിൻ 1, 2 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് അങ്ങനെ വലിയ എന്താ പറയുക ഡിഫറൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ചിലർ പറയുന്നത് ലെഫ്റ്റ് ഇട്ട് കഴിഞ്ഞാലാണ് ഇച്ചിരി കൂടെ ക്ലിയർ എന്ന് പറയുന്നു, ചിലർ പറയുന്നു ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയുന്നു. പക്ഷെ ഇതിന് ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഓൺ ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മാനുവൽ മോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഇതിന്റെ ഫ്രീക്വൻസി, അതായത് നോർമലി ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി നമുക്ക് ഇവിടെ മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഫൈൻ ട്യൂണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്വിച്ച് ആണ് ഈ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബാൻഡ് വിത്ത്, അതായത് ഫ്രീക്വൻസി തന്നെ നമുക്ക് ഫ്രീക്വൻസി ഏത് എത്ര ഹെർട്സ് മുതൽ എത്ര ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബാൻഡ് വിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വിച്ച് പറയുന്നത്. അപ്പോൾ ആ ബാൻഡ് വിത്ത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഫ്രീക്വൻസി നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫ്രീക്വൻസിയുടെ ഗെയിന് ഇത്. പിന്നെ അതിനുശേഷം ഇൻ ആൻഡ് ഔട്ടിന്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോർ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് സ്റ്റോർ ആണെന്നാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ അകത്തെ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള പവർ ബട്ടൺ. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ നോർമലി ഇത് ഒരു ഓട്ടോമാറ്റിക് മോഡിലിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നമുക്ക് വലിയ തലവേദനയൊന്നുമില്ല. നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഫ്രീക്വൻസീസ് ഡിക്റ്റേറ്റ് ചെയ്തതിനു ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് എലിമിനേറ്റ് ചെയ്യുക. അതാണ് നോർമലി ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്ന ഒരു കാര്യം കൂടെ കാണിക്കാം. അത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫിൽറ്റർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. 12 വരെ ഉണ്ട്, 12 ഫിൽറ്റർ വരെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ സാധാരണയായിട്ട് നമ്പർ 3 ഇട്ടിട്ടാണ് ഈ എല്ലാ പ്രോഗ്രാമിനും ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സംഭവം സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്റർ മോഡ് സെലക്ട് ചെയ്യുക. അതായത് പാരാമെട്രിക് ഈക്വലൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് നോർമലി നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോഴാണ് ഈ പാരാമെട്രിക് ഇക്യു നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് മോഡ്, പിന്നെ സിംഗിൾ ഷോട്ട്, പിന്നെ ഒരു ഓഫ് മോഡും വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വൺസ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൈക്കൊക്കെ മാറിക്കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്ക് ഉണ്ടാവണമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡിക്റ്റേറ്റ് ചെയ്തതിന് ശേഷം അത് എലിമിനേറ്റ് ചെയ്യുന്നതാണ്. അതിന് വേറെ നമ്മളിവിടെ വേറൊരെണ്ണം കണ്ടിട്ടുണ്ട്, സിംഗിൾ ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം. അപ്പം ഈ സിംഗിൾ ഷോട്ട് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിപ്പം വൺസ് ഒരു ഫീഡ്ബാക്ക് എവിടെയെങ്കിലും ഡിക്റ്റേറ്റ് ഏതെങ്കിലും ഫ്രീക്വൻസിയിൽ ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഒരു തബല വായിക്കുന്നിടത്തോ അല്ലെങ്കിൽ നമുക്ക് ബേസ് ഗിറ്റാറോ അല്ലെങ്കിൽ ഡ്രംസോ അങ്ങനെയുള്ള വായിക്കുന്നിടത്തൊക്കെ നമുക്ക് SI അല്ലെങ്കിൽ സിംഗിൾ ഷോട്ട് മോഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിന് വരെ നമ്മളിപ്പോൾ വോക്കൽ മൈക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലും ആയിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതനുസരിച്ച് ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് തന്നെ പെട്ടെന്ന് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യവും പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണ്. എനിവേ ഞാനിത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിക്കാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നല്ലതാണോ അല്ലയോ എന്ന്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഈ ഡൈനാമിക് മൈക്രോഫോൺ XLR കേബിളുമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. നമുക്കിവിടെ ആംപ്ലിഫയറിന്റെ ആവശ്യമില്ല. എന്നാന്ന് വെച്ചാൽ പലരും ചോദിക്കാറുണ്ട് എന്താ ആംപ്ലിഫയർ യൂസ് ചെയ്യാത്തത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്പീക്കേഴ്സ് എല്ലാം ഓൾറെഡി ഇൻബിൽറ്റ് ആംപ്ലിഫയറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു ആംപ്ലിഫയറിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതിന്റെ അകത്ത് ഓൾറെഡി ആംപ്ലിഫയർ ഉണ്ട്, ഇത് ആക്റ്റീവ് സ്പീക്കർ ആണ്. ഓക്കെ, അതും ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഓൺ ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ സ്പീക്കർ ഓൺ ആയിട്ടുണ്ട് കേട്ടോ, കാണുന്നുണ്ടല്ലോ അല്ലേ. അതിനുശേഷം നമുക്ക് ഈ ഒരു മൈക്രോഫോൺ ഓൺ ചെയ്യണം കേട്ടോ. ഗെയിൻ പൈ ഉയർത്തുവാണേ. ഹലോ ഹലോ ഞാനിത് ഇങ്ങനെ കമത്തിടാവേ. ഹലോ
കുറച്ചും കൂടി ഗെയിൻ നമുക്ക് കൂട്ടാവേ. ഇതാണ് ഇതിന്റെ അവസ്ഥ. നമ്മൾ നോർമലി സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫീഡ്ബാക്ക് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇതിന്റെ കൂടെ പറയാം കേട്ടോ. അതായത് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും മൈക്രോഫോൺ ഇങ്ങനെ നമ്മൾ സംസാരിക്കാവുള്ളൂ കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് സംസാരിച്ചില്ലെങ്കിൽ എപ്പോഴും ഹൗൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മൈക്രോഫോണിന് ഒരു കാരണവശാലും സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്കരുത് കേട്ടോ. ചിലരൊക്കെ ഈ പാട്ട് പാടുന്നതിന്റെ ഇടയ്ക്ക് ബീജം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കഴിയുമ്പോൾ ചിലർ ഇങ്ങനെയൊക്കെ വെച്ച് നിൽക്കാറുണ്ട്. ഭയങ്കര ഈ സൗണ്ട് എഞ്ചിനീയർക്ക് ഭയങ്കര തലവേദനയാണ്. എപ്പോഴും ആ ഒരു ചാനൽ ഓഫ് ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സൗണ്ട് കേട്ടല്ലോ അല്ലെ. പിന്നെ അടുത്തായിട്ട് ഞാൻ ഈ ഒരു മൈക്രോഫോൺ നേരെ ഈ ഫീഡ്ബാക്കിൽ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്പീക്കറിലോട്ട് കൊടുത്തിട്ട് ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ എത്രമാത്രം ഹൗൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, നമ്മള് ചാനൽ 1 അകത്താണ് കൊടുക്കുന്നത് കേട്ടോ. ചാനൽ 1 കൊടുക്കുന്നു. ഓക്കെ, ഇനി ചാനൽ 1 ഔട്ട്പുട്ടിൽ നമ്മൾ അടുത്ത XLR കേബിൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരെ സ്പീക്കറിന്റെ അകത്തോട്ട് കൊടുക്കുന്നു. ഓക്കെ, കൊടുത്തേ അതിനുശേഷം നമ്മൾ സ്പീക്കറിലോട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ഫീഡ്ബാക്ക് ഡിസ്റ്റോയറിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സെയിം ചാനലിൽ തന്നെ കൊടുത്തേക്കുന്നത്, ഗെയിൻ ഒന്നും മാറ്റിയിട്ടില്ല. ഇങ്ങനെ വെക്കുന്നതിന് നമ്മൾ സ്പീക്കർ ഓൺ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്പീക്കർ ഓൺ ചെയ്യാണ്. ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ മൈക്രോഫോൺ ഓൺ ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് മോഡ് സെലക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ നമ്പർ 3 മോഡ് സെലക്ട് ചെയ്യുന്നത്. നമ്പർ 3 സെലക്ട് ചെയ്തു. ഫ്രീക്വൻസി സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഫിൽട്ടർ മോഡ് അടുത്ത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഞാൻ പറയില്ലേ 2-3 ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഓട്ടോമാറ്റിക് മോഡ് നമ്മൾ സെലക്ട് ചെയ്യാണ് കേട്ടോ. ഓട്ടോമാറ്റിക് മോഡ് സെലക്ട് ചെയ്തു. നമ്പർ 3 സെലക്ട് ചെയ്തു. ഇപ്പം ഈ ഒരു ലൈറ്റുകളൊക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന കാണുന്നില്ലേ? ഇതിന് നമ്മൾ ഈ ഒരു മൈക്രോഫോൺ ഓൺ ആക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഫ്രീക്വൻസി എല്ലാം ഹൈ ഫ്രീക്വൻസി അല്ല, അതായത് ഫീഡ്ബാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഫ്രീക്വൻസി ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡിറ്റക്ട് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നോക്കാം കേട്ടോ. ഓൺ ചെയ്തേ കേട്ടോ. ഓൺ ചെയ്തു. ഹലോ ചിക്കി, ഹലോ ഹലോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഇതിന്റെ അകത്ത് എന്താ പറയേണ്ടത്, ഡിറ്റക്ട് ചെയ്ത ഫ്രീക്വൻസി എലിമിനേറ്റ് ചെയ്യുന്നതാണ് ഈ ലൈറ്റുകളൊക്കെ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത് കേട്ടോ. കാണിച്ചത് കേട്ടോ. ഹലോ ചെക്കി, ഹലോ 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 ഹലോ. നമ്മള് കുറച്ചു മുമ്പ് നമ്മൾ ഇത്ര അടുത്ത് നിന്ന് പറഞ്ഞപ്പോ നന്നായിട്ട് ഹൗൾ ചെയ്തായിരുന്നല്ലോ. ഇപ്പം വലിയ കുഴപ്പമില്ല. എന്താന്ന് വെച്ചാല് ഇതിന്റെ അത് ഇത്ര ഫ്രീക്വൻസി ചെയ്ത് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിക്റ്റേറ്റ് ചെയ്ത്. ഇനി നമുക്ക് ഇനി അടുത്ത് വെക്കുവാണെങ്കിൽ ഇനി ഹൗൾ ചെയ്യും കേട്ടോ. അത് ഇനി ഏതെങ്കിലും ഫ്രീക്വൻസി ഇനി ഉണ്ടെങ്കിൽ ഇനി അത് എന്താ പറയണ്ടത്, ഡിക്റ്റേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യും. പക്ഷെ ബെറ്റർ ആയില്ലേ, ഒരുപാട് ബെറ്റർ ആയില്ലേ. ഹലോ ചെക്കി, ഹലോ 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 ചെക്കി, ഹലോ 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 ഹലോ. അപ്പം ഇതുണ്ട് നോക്കിയേ കേട്ടോ. മൈക്രോഫോൺ ഓൺ ആണ്. ഇതിൻ്റെ അകത്ത് ഇത്രയാണ് നമ്മൾ നോർമലി ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സെറ്റിംഗ് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റോർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് ഓരോ പ്രാവശ്യം ഇതുപോലെ ഫ്രീക്വൻസി ഡിറ്റക്ട് ചെയ്ത് എലിമിനേറ്റ് ചെയ്തോളും കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.